51 വെട്ടുകൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഈ ശരിക്ക് മീൻ നമ്മൾ പൊരിക്കുമ്പോൾ മുറിക്കുന്നതിനേക്കാളും വളരെ ഇതായിട്ടാണ് മുറിഞ്ഞു കിടന്നത്. തലയോട്ടി വരെ പൊട്ടിയിരുന്നു. തലയോട്ടി വരെ പൊട്ടിയ തലയോട്ടി ഒപ്പിച്ച് വെക്കണമെങ്കിൽ ഒരു പൊട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഒറ്റ ഇതായി. ഇത് കുറേ പൊട്ടുള്ളതിനെ കൊണ്ട് ഇത് കറക്റ്റാക്കി കുറച്ച് തല ഇങ്ങനെ ആദ്യം മുറിക്കുക, എന്നിട്ട് ഇതിങ്ങനെ പൊളിച്ചതിന് ശേഷം തലയോട്ടി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുക. ഇതിന് പ്രത്യേക ആയുധങ്ങൾ ഞാൻ അവിടെ എത്തുന്ന സമയത്ത് നമ്മളെ ഇരുമ്പ് മുറിക്കുന്ന ഉളി വെച്ചിട്ടാണ് തച്ച് പൊട്ടിക്കൽ. പൊട്ടിക്കുന്ന സമയത്ത് വെച്ചാൽ ഒരുപാട് ദൂരെ അതിൻ്റെ ഒച്ച കേൾക്കും. തലച്ചോറിൻ്റെ സ്ഥലത്ത് തുണി നല്ല ഇതിൽ ഉരുട്ടിയിട്ട് അവിടെ വെക്കും. എടുക്കുന്ന തലച്ചോറ് തിരികെ വെക്കാൻ പറ്റില്ല, ആന്തരികമായിട്ട് അതവിടെ വെക്കാൻ പറ്റില്ല. ഇപ്പം TP ചന്ദ്രശേഖരനാണ്, അല്ലെങ്കിൽ വേറൊരു പാർട്ടീനോ അല്ല മറ്റുള്ള അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഒരു ബോഡി, ഒരു മൃതദേഹത്തിന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള സത്യങ്ങൾ അവശേഷിക്കുന്നത് ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ ഒരു പോസ്റ്റ്മോർട്ടം ടേബിളിലാണ്. അത്തരമൊരു പോസ്റ്റ്മോർട്ടം ടേബിളിൽ 7000-ലധികം മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളിൽ പങ്കാളിയായ കോഴിക്കോട് സ്വദേശി വിൽഫ്രഡ് രാജാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വരുന്ന ബോഡി അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? അത് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ അത് പോലീസ് കൊണ്ടുവന്നിരുന്ന 102 ലെറ്ററും ഇതിലുള്ള കാര്യങ്ങളും ബോഡി ടേബിളിൽ കിടത്തിയതിന് ശേഷവും തമ്മിൽ നോക്കും. ഇത് പോലീസ് എഴുതിയ കാര്യങ്ങൾ മുഴുവൻ ആദ്യം നോക്കും. ഇനി അല്ലാത്തത് വേറെ ഉണ്ടോയെന്ന് ഡോക്ടർ നോക്കും. എന്നിട്ട് ശേഷമേ അത് ബോഡി കീറാനും മുറിക്കാനും തുടങ്ങുള്ളൂ. അപ്പോൾ ആദ്യം അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അല്ലെങ്കിൽ പോലീസുകാർ പറഞ്ഞതല്ലാത്തതുണ്ടോ എന്നൊക്കെ നോക്കും. ഒക്കെ നോക്കിക്കഴിഞ്ഞ ശേഷമാണ് നടപടിക്രമം തുടങ്ങുന്നത്. ആ നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ കീറി മുറിച്ചത് ടേബിളിൽ വെച്ച്, അത് പിന്നെ തല മുറിച്ച് അത് ടേബിളിൽ വെച്ച്, പിന്നെ ഈ ഭാഗങ്ങൾ മുഴുവൻ തിരിച്ചിതിലിടും, ശരീരത്തിലിട്ട് ഇടുക എന്ന് പറഞ്ഞാൽ അതിലെന്താ വെച്ചാൽ സത്യത്തിൽ ഈ നാവടക്കം എടുക്കും. അപ്പോൾ നാവടക്കം എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നാവ് ഉള്ള ഭാഗത്ത് കൂടെ ഇത് അടച്ചു കഴിഞ്ഞാൽ വായിക്കൂടി കൊണ്ട് പോരും. ഈ അവയവങ്ങൾ വയറ്റിലിടുന്നതാണല്ലോ. അപ്പോൾ അതിന് പകരം എന്താ വെച്ചാൽ ഇവിടെ അടക്കി ഞങ്ങൾ തുണി ചുരുട്ടിയിട്ട് ഇവിടെ ബ്ലോക്കാക്കി കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും, അവസാനം നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ വായിക്കൂടെ വരും. അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളെ യൂട്രസ് എടുത്ത് മാറ്റുമ്പോൾ അവിടെയും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഇതിൻ്റെ അകത്ത് വെച്ച് തുന്നുക. ഈ തുന്നുന്നതിന് മുന്നേ ഇത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, ബോഡി മോശമായി മാറും. അപ്പോൾ ഇത് രണ്ടും പാക്ക് ചെയ്തിട്ടാണ് ഇതാക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ തലയിൽ തുണി ഇങ്ങനെ ചുരുട്ടിയിട്ട് നല്ല ടൈറ്റാക്കി വെച്ചതിന് ശേഷം തലയോട്ടി വെക്കുള്ളൂ. തലയോട്ടി വെച്ചിട്ട് പിന്നെ ഈ രണ്ട് ഇതും കൂടി തോല് തുന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും മുറിച്ച ഭാഗം അറിയില്ല, അത്രയും ഭംഗിയാക്കുക. എന്നതിന് ശേഷം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇതിനെ നല്ല രീതിയിൽ കുളിപ്പിച്ച്, ചിലർക്ക് ഡ്രസ്സ് ഉണ്ടാവും വെച്ചാൽ ആണുങ്ങളാണ് മുണ്ട് ഷർട്ട് ഇടാണ്ടാവും, സ്ത്രീകൾക്കാണ് സാരി ഉടുക്കാണ്ട് അല്ലെങ്കിൽ മാക്സി ഇടാണ്ടാവും. ഇതൊക്കെ എടുത്തിട്ടേ അവർക്ക് കൊടുക്കുള്ളൂ. പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് വീണ്ടും അവിടെ ഒരു പാക്കിംഗ് ഉണ്ട്, പ്ലാസ്റ്റിക്കും തുണിയൊക്കെ വെച്ച് നല്ലൊരു പാക്കിംഗ് ഉണ്ട്. ഈ പാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മുഖം മാത്രമാണ് വളരെ പുറത്തിങ്ങനെ കാണുള്ളൂ. പുറത്ത് കാണിക്കുക വെച്ചാൽ മുഖമാണല്ലോ കൂടുതൽ കാണുക. അപ്പോൾ ആ മുഖം വളരെ ഭംഗിയാക്കിയിട്ടാണ് സംഗതി ഞങ്ങൾ കൊടുക്കൽ. ഇങ്ങനൊരു ജോലിക്ക് കയറുമ്പോൾ സാധാരണഗതിയിൽ ആദ്യഘട്ടത്തിലൊക്കെ പല വെല്ലുവിളികളുണ്ടായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ? വെല്ലുവിളികളെന്ന് പറയാൻ ഞാനത് എടുത്തു പറയാന്ന് വെച്ചാൽ ഒരു പ്രമാദമായ കേസാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പല ചെറിയ കേസുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അത്ര വലിയ പ്രമാദമായിട്ടില്ല. പ്രമാദമായത് എൻ്റെ ഓർമ്മയിൽ പ്രമാദമായൊരു കേസ് ഈ ഒരു സംഭവം, അത് TP ചന്ദ്രശേഖരൻ. അത് TP ചന്ദ്രശേഖരൻ കൊലക്കേസ് എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിൽ ഇത് കേൾക്കുന്ന കേൾവിക്കാർ മറ്റൊരു രീതിയിൽ കാണരുത്. ഞാൻ എൻ്റെ ജോലിയോട് മാത്രമേ അത് ആത്മാർത്ഥത കാണിച്ചുള്ളൂ. ഞാൻ വേറെ ഒരു രീതിയിൽ ഒരു ബോഡിയോടും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പ്രത്യേക പരിഗണന കുറവോ ഒരു ബോഡിയോടും കാണിച്ചിട്ടില്ല. മൃതദേഹങ്ങളെല്ലാം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ എന്ന് മാത്രമല്ല, നമ്മളെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ അത് എത്രയും പെട്ടെന്ന് കിട്ടുക എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അത് എല്ലാ ജനങ്ങളോടും അത് കാണിക്കുക എന്നുള്ള എൻ്റെ മനസ്സിലുണ്ടായത്. എല്ലാവരോടും തുല്യ പരിഗണന. ആ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ടേബിളിൽ കൈകാര്യം ചെയ്യുമ്പോൾ കണ്ട കാഴ്ചകൾ അതെന്തൊക്കെയായിരുന്നു? ഞാൻ രാവിലെ ജോലിക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് ജനങ്ങൾ മോർച്ചറിൻ്റെ മുമ്പിൽ ജനങ്ങളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആരോ വലിയ പ്രധാനപ്പെട്ട ആളാണ്. അപ്പം ഞാനതിനെപ്പറ്റിയൊക്കെ പഠിച്ചു നോക്കുമ്പോൾ ഇത് വളരെ വികൃതമായി കിടക്കുന്ന
ഒരു മുഖമായിട്ടാണ് എനിക്ക് കണ്ടത്. മുഖം മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് കണ്ടത്. അപ്പോൾ ഞാൻ അന്നത്തെ എനിക്ക് ആ സാറിനോട്, സുജിത് സാറിനോട് പ്രത്യേകം ഇത് പറയാം. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആ സുജിത് സാറിനെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തോമസ് സാറിനെ കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സുജിത് സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, അത് ഞാൻ ആ മുഖം ഭംഗിയാക്കിക്കോളാം. സുജിത് സാറിന് വേണം എന്ത് പറയാം, വിൽഫർഡിൻ്റെ കേസല്ലല്ലോ, മറ്റൊരാൾ ചെയ്യേണ്ടിയിരുന്ന കേസാണ്. അല്ല, പോസ്റ്റ്മോർട്ടം മറ്റൊരാൾ തന്നെയാണ് ചെയ്തത്, പക്ഷേ മുഖം മാത്രമേ ഞാൻ ഭംഗിയാക്കിയുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഈ സുഗതൻ എന്നാണ് അറ്റൻഡർക്ക് പറയാം, അതിൻ്റെ ജോലിയാണ് ഞാൻ തന്നെ ചെയ്തോളാം. പക്ഷേ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ കേട്ട്, ഡോക്ടർ സുജിത് സാറും കേട്ടു, സുജിത് സാറ് സമ്മതിച്ച്. അത് അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ഈ ഇതിലേക്ക് മുഖം തുന്നാൻ മാത്രം അവിടെ എത്തിപ്പെടുന്നത്. ഓട്ടോമാറ്റിക്കലി അവിടെ ചോദിച്ചു വാങ്ങി എത്തിപ്പെടാൻ. എന്തായിരുന്നു കാഴ്ച? ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ശരിക്ക് മീൻ നമ്മൾ പൊരിക്കുമ്പോൾ മുറിക്കുന്നതിനേക്കാളും വളരെ ഇതായിട്ടാണ് മുറിഞ്ഞു കിടന്നത്. അപ്പോൾ അത് ഭംഗിയാക്കിയെടുക്കുക. അപ്പോൾ അത് ഭംഗിയാക്കിയെടുക്കാൻ എന്നെ പ്രചോദനം തന്നത് വേറൊരാളുണ്ട്. എന്നുവെച്ചാൽ അതിന് മുമ്പ് ഒരു കേസ് ചെയ്തുമ്പോൾ ഷെർലി വാസു എന്ന് പറഞ്ഞ അടച്ചോടി വേറൊരു ബോഡി ഞാൻ തുന്നിക്കൊണ്ടിരിക്കും. മാഡം അത് എന്നെ സത്യത്തിൽ അത് ഞാൻ ചെയ്തത് ശരിയായില്ല. അപ്പോൾ മാഡം എന്നെ ഒരു കമൻ്റ് അടിച്ചപ്പോൾ എനിക്കത് എൻ്റെ ഉള്ളിൽ വല്ലാതെ തട്ടി. അന്ന് മുതൽ എനിക്കൊരു വാശിയായി ഇത് ചെയ്യേ. അപ്പോൾ മാഡം എനിക്ക് പഠിപ്പിക്കുകയും ചെയ്തു. എന്താ വെച്ചാൽ ഈ നൂല് ഒറ്റ നൂലായിട്ട്, 2 നൂലിലാണ് ഞങ്ങൾ സാറിനെ തുന്നുക, ഒറ്റ നൂലായിട്ട്. ഇപ്പോൾ മാഡം കാണിച്ചപ്പോൾ ആ പ്രചോദനം കൂടി എനിക്കിതിൽ വന്ന്, അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോരോ ഭാഗങ്ങളായിട്ട് തുന്നാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ വെച്ച് നോക്കും. എന്താ വെച്ചാൽ പല മുഖങ്ങളും എന്ന് വെച്ചാൽ ഒന്നിക്കൽ ലക്ഷം നീട്ടിട്ടായിരിക്കുമല്ലോ, ഉരുണ്ടിട്ടായാലും ഷേപ്പ് അറിയാലോ, ഓരോരോ മുഖത്തിനും വ്യത്യസ്ത ഇതായിരിക്കും, ഷേപ്പുകളായി. അപ്പോൾ ആ ഷേപ്പ് ആദ്യം റെഡിയാക്കി വെക്കുക. ആ റെഡിയാക്കി വെച്ചാൽ നമ്മൾ എവിടുന്ന് തുന്നണം, എൻ്റെ ഭാഷയിൽ എവിടുന്ന് തുന്നണം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് വെച്ച് നോക്കുന്ന സമയത്ത് ആദ്യം എനിക്ക് തോന്നി ചുണ്ടാണ് തുന്നേണ്ടതെന്ന് തോന്നി. അങ്ങനെ ഞാൻ ചുണ്ട് തുടങ്ങി. പിന്നെ ഓരോരോ ഭാഗങ്ങൾ എവിടുന്നെങ്കിലും ഒരു ഭാഗത്തും തുടങ്ങിയാലേ എല്ലാ ഭാഗത്തേക്ക് എത്തുള്ളൂ. ഒന്നിക്കൽ ഈ ഭാഗത്തും തുടങ്ങണം, എന്നാലും ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടേക്ക് എത്തും. അപ്പോൾ നൂലിങ്ങനെ എന്തായി വരണം, ഓരോന്നിനും അടുപ്പിച്ച് തന്നെ വരണം, അല്ലാതെ നമ്മൾ ഇതൊന്നിട്ട് മറ്റേ തുന്നുമ്പോഴത്തേക്ക് വികൃതമാവും. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ചുണ്ടുമ്പോൾ തുടങ്ങി, പിന്നെ മൂക്ക്, അങ്ങനെ ഓരോന്ന് തുടങ്ങി, പിന്നെ ഇത്, അങ്ങനെ ഓരോന്ന് കറക്റ്റ് തുടങ്ങിയിട്ടാണ് അത്രയും ഭംഗിയാക്കിയത്. അപ്പോൾ അന്ന് ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം സുജിത് സാറ് പറഞ്ഞൊരു വാക്കും കൂടി ഉണ്ട്. അതാണ് ഞാൻ സുജിത് സാറെയൊക്കെ പ്രത്യേകം ആലോചിക്കുന്നതിൻ്റെ കാരണം. സുജിത് സാറാണ്, വിൽഫർഡ് ഇത്ര നേരം നല്ല ഭംഗിയാക്കി എടുത്തില്ലേ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് എന്നെ സംബന്ധിച്ചുള്ള സത്യത്തിൽ ഒരു നല്ലൊരു സർട്ടിഫിക്കറ്റായി ആക്കിയത്. വേറെ ഞാൻ അതിൽ വേറെ ഒരു TP ചന്ദ്രശേഖരനാണ്, അല്ലെങ്കിൽ വേറൊരു പാർട്ടീനോ അല്ല മറ്റുള്ള അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഒരു ആ ബോഡി അവസാനമായി കാണേണ്ട ബോഡീനെ നല്ല ഭംഗിയാക്കി കൊടുക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട് TP ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത് 51 വെട്ടുകൾ എന്ന പ്രയോഗം കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ താങ്കൾ തന്നെ, അല്ലെങ്കിൽ മുൻപ് അത്തരത്തിലൊരു താമരശ്ശേരി CA ആണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ 51 വെട്ടുകൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അത് പൊതുവേ ഈ പറഞ്ഞ രാഷ്ട്രീയ കൊലപാതകത്തിൽ അങ്ങനെയാണല്ലോ, പൊതുവേ വലിയ പെരുപ്പിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഇതായി കാണിക്കുക, ന്യൂസ് വലുതായി വരുന്ന രീതിയിൽ 51 വെട്ടെന്ന് എനിക്ക് ഒരിക്കലും ഇപ്പോഴും പറയാൻ പറ്റില്ല. അങ്ങനെ വെച്ചാൽ എൻ്റെ ഭാഷയിൽ 51 മുറി, പക്ഷേ അതും ഞാൻ പറയാം 51 മുറി ഇല്ല എന്ന് പറയുമ്പോഴും ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. ആരും പറയുമ്പോൾ ഞാനതങ്ങനെ ഓരോന്ന് എടുത്ത് തുന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്ന് എണ്ണം നോക്കിയിട്ടല്ല തുന്നിയത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ആ ശരീരത്തിൽ മുഖത്താണ് ഏറ്റവും കൂടുതൽ മുറികൾ ഉണ്ടായത്. കൈക്കൊരു മുറി ഉണ്ടെങ്കിൽ അത് ആക്രമണം തടയാൻ ശ്രമിക്കുമ്പോൾ ഉള്ളൊരു മുറി. അതാണ് എൻ്റെ ഓർമ്മയിലുള്ള കഥകളാണ് ഞാൻ പറഞ്ഞത്. ഓർമ്മയിലുള്ള കഥ എനിക്ക് സംബന്ധിച്ചോളം ഏതോ വലത്തേ കയ്യാണോ ഇടത്തേ കയ്യാണോ എനിക്ക് ഓർമ്മയില്ല, ഏതൊരു കയ്യിലൊരു മുറിയുണ്ട്, അതാണ് മെയിൻ എടുത്തത്. പിന്നെ മുഴുവൻ മുഖത്താണത് കാണുന്നത്. ആ മുഖം ഭംഗിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ആ മുഖം ഭംഗിയാക്കി തന്നെ ഞാൻ എന്നെ സംബന്ധിച്ചോളം ആ ഉള്ളിലിങ്ങനെ തുണി മടക്കി വെച്ചിട്ടും അല്ലെങ്കിൽ കോട്ടൺ നനച്ചിട്ട് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് അത് ഇതടക്കം പൊട്ടുക, തലയോട്ടി വരെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ തലയോട്ടി വരെ പൊട്ടിയ തലയോട്ടി ഒപ്പിച്ച് വെക്കണമെങ്കിൽ ഒരു പൊട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഒറ്റ ഇതായി. ഇത് കുറേ പൊട്ടുള്ളതിനെ കൊണ്ട് അത് കറക്റ്റാക്കി കുറച്ച്. അപ്പോൾ ചില സമയത്ത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഞാൻ കോട്ടൺ നനച്ചൊക്കെ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒപ്പിച്ച് ക്ലിയറാക്കി വെച്ച് എന്നുള്ളൊരു, പിന്നെ അതിലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു തൃപ്തിയുണ്ട്, മാനസികമായൊരു തൃപ്തി. ആ തൃപ്തി എന്ന് വെച്ചാൽ നമ്മളെ ഏൽപ്പിച്ച ജോലി, നമ്മളെ ഏറ്റെടുത്ത ജോലി അത് ഭംഗിയാക്കുക. അത് ഞാൻ പറഞ്ഞില്ല, അവസാനമായി കാണേണ്ട മുഖം അത് XOR ആയിരുന്നൊന്നുമില്ല. എല്ലാവരും മുഖവും നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഇത് മുഴുവൻ ഭംഗിയാക്കി കൊടുക്കുന്നത് ഒരു മാനസികമായൊരു ഞാൻ പറഞ്ഞ സന്തോഷവും ഒക്കെ ഉള്ള
ആ ഒരു ഇതാണ്. സാധാരണഗതിയിൽ ഈ അസ്വാഭാവിക മരണങ്ങളാണ് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സാധാരണ ഒരു മനുഷ്യൻ മുൻപ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത ഒരാൾ ചെയ്യുന്ന ഒരു കൊലപാതകവും ഈ പ്രൊഫഷണലായിട്ടുള്ള കൊലയാളികൾ ചെയ്യുന്ന കൊലപാതകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? അത് അങ്ങനെ എന്നെ സംബന്ധിച്ചോളം പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു മേഖല എനിക്കറിയാവുന്നതാണ്. പക്ഷേ എങ്കിലും ആ ബോഡീനെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംഭവം അത് മനസ്സിലാവാത്ത രീതിയിൽ വികൃതമാക്കണം എന്ന് തോന്നിയ രീതി ചെയ്ത് എന്നേ എനിക്ക് തോന്നിയുള്ളൂ. വികൃതം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ പല ബോഡികളും കാണുന്നതിനെ കൊണ്ടാണ് ഈ ബോഡീൻ്റെ മുകളിലേക്ക് ഞാൻ വരുന്നത്. പല ബോഡികളും ഇത്രയും വികൃതമായിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇത്രയും കേസ് ചെയ്തിട്ട് വികൃതമായത് ചിലത് വികൃതമാവും. എങ്ങനെ വെച്ചാൽ ട്രെയിൻ തട്ടിയ വികൃതമാവലുണ്ട്. ട്രെയിൻ തട്ടിയാലാണ് കൂടുതൽ വികൃതമാവുക. പിന്നെ ആക്സിഡൻ്റ് ആയാലും ചില ആക്സിഡൻ്റ് ആയാലും വികൃതമാവലുണ്ട്. എന്ന് വെച്ചാൽ തലയിൽ കൂടെ കയറിപ്പോണ വാഹനങ്ങളുണ്ട്. അതങ്ങനെ പല കേസുകളും ചെയ്യുന്നത്. അതൊക്കെ വികൃതമാവും. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ തലയിലേക്ക് വലിയ വാഹനം കയറുക, അപ്പം ചിന്നിച്ചെതറിപ്പോവും. അപ്പോൾ ആ ചിന്നിച്ചെതറിപ്പോണത് നമ്മളെന്താക്കും, ഇതേപോലെ തന്നെ ഭംഗിയാക്കി എടുക്കും. അതും അങ്ങനെ എൻ്റെ എയർമേൽ വേറെ ചെയ്യുന്ന 2 കേസുണ്ട്. അതൊക്കെ ഇതുപോലെ തന്നെ ലോറി കയറി വലിയ വാഹനം കയറിപ്പോയി ഇറങ്ങുമ്പോൾ ചിന്നിച്ചെതറിപ്പോവും. അപ്പം അങ്ങനെയുള്ളതും ഇതായി. പക്ഷേ എങ്കിലും ഇത്ര വികൃതമായത് അല്ലെങ്കിൽ ചെയ്യാൻ ഒരുപാട് പ്രയാസപ്പെട്ടൊരു ബോഡി എൻ്റെ ഓർമ്മയിൽ ഇതേ ഉള്ളൂ. ടി പി ചന്ദ്രശേഖരൻ്റെ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ട്രെയിൻ തട്ടിയുള്ള മരണങ്ങൾ, അത് ട്രെയിൻ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ആ ബോഡി ചിന്ന ഭിന്നമായി പോകാറാണ് പതിവ്. അങ്ങനെ പല പാർട്സായിട്ട്, ബോഡി പാർട്സ് ആയിട്ട് പോലീസ് ശേഖരിച്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തുന്ന മൃതദേഹങ്ങൾ ഈ തുന്നിപ്പിടിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ വെല്ലുവിളികളായിട്ടുള്ളത്? അത് വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പല ഭാഗങ്ങളെ പല പീസായിട്ട് വരിക. അത് ചിലപ്പോൾ കൈ വേറെയാവും, അല്ലെങ്കിൽ കാല് വേറെയാവും, അല്ലെങ്കിൽ ശരീരം വേറെയാവും, അല്ലെങ്കിൽ തല വേറെയാവും. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ഭംഗിയാക്കി വെക്കണം. വെച്ച് കൊടുക്കുന്നതാണ് നമ്മളെ ജോലി മുഴുവനാവുന്നുള്ളൂ. അപ്പോൾ അത് പല ഭാഗങ്ങളായിട്ട് നമ്മൾ തുന്നി ചേർത്തേണ്ടി വരും. അത് തുന്നി ചേർത്തുമ്പോഴൊക്കെ ഇപ്പറഞ്ഞ മാതിരി ചിലത് തുന്നാൻ പറ്റാത്ത പരിസ്ഥിതി അത്രയും ഇതായിട്ടുണ്ടോ. അത് തുന്നാൻ പറ്റാത്തത് നമ്മളെന്താവും അത് അതുപോലെ വെച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ കഴിവിൻ്റെ പരമാവധി അങ്ങനെ ചിഹ്നഭിന്നമായത് തുന്നി ഭംഗിയാക്കി വെക്കലുണ്ട്. അത് എപ്പോഴും ഞാൻ പറയില്ല, എപ്പോഴും ആൾ കാണുന്നൊരു ഭാഗം മുഖമാണ്, ബാക്കിയൊന്നും തുറന്നു നോക്കൂലാരും. പക്ഷെ തുറന്നു നോക്കൂലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിനോടുള്ളൊരു സത്യസന്ധത ആത്മാർത്ഥി. അതുകൊണ്ടാണ് ഈ ഭംഗിയാക്കി വെക്കുന്നത്. ഇപ്പം മുഖം ഭംഗിയാക്കി വെക്കുക പറഞ്ഞാൽ തന്നെ ഓരോരോ മുഖങ്ങളും ഭംഗിയാവണമെങ്കിൽ എന്താണോ നമ്മളതിൻ്റെ മുകളിലേക്ക് ഈ പറഞ്ഞ മാതിരി, നേരത്തെ പറഞ്ഞ മാതിരി അത് എങ്ങനത്തെ ഇതാണെന്ന് ആളെ തിരിച്ചറിയണ്ടേ. ചിലപ്പോൾ തിരിച്ചറിയാത്ത ബോഡി ആയാലും നമ്മൾ ഇതായി കാണരുത്. അത് ആൾ എപ്പോഴെങ്കിലും വരുന്നതൊന്നും കാണണമെങ്കിൽ എന്താക്കണം, നമ്മൾ ഭംഗിയാക്കണം. അപ്പോൾ അത് ഭംഗിയാക്കി വെക്കലുണ്ട്, ഒന്നും ഇതാക്കല്ല. അതേപോലെ തന്നെയാണ് തീപ്പൊള്ളിയതും വളരെ വികൃതമായിട്ടൊക്കെ ഉണ്ടാവും. അത് ചിലത് വികൃതമായത് നമുക്ക് ഒരു രീതിയിലും നമുക്ക് കത്തിപ്പോയ സാധനം നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും മാക്സിമം പറ്റാവുന്നൊക്കെ ചെയ്യാറുണ്ട്. പോസ്റ്റ്മോർട്ടം ടേബിളിൽ ഇപ്പോൾ താങ്കളുടെ ജോലി ആദ്യം അത് എന്താ ചെയ്യുക? ആദ്യം പോസ്റ്റ്മോർട്ടം ടേബിളിൽ ബോഡി എത്തിയാൽ നമ്മൾ ഫസ്റ്റ് അസിസ്റ്റൻറ്റും സെക്കൻഡ് അസിസ്റ്റൻറ്റും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അസിസ്റ്റൻറ്റും സെക്കൻഡ് അസിസ്റ്റൻറ്റും എന്നുള്ളൊരു കണക്കൊന്നുമില്ല അവിടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇപ്പം ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. ഞങ്ങൾ ഈ ഫസ്റ്റ് അസിസ്റ്റൻറ്റും സെക്കൻഡ് അസിസ്റ്റൻറ്റും തന്നെയാണ് ബോഡി മുഴുവൻ കീറി മുറിച്ചിരുന്നതും. അതെവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? അത് തുടങ്ങുന്നത് വെച്ചാൽ ഈ തൂങ്ങി മരിച്ചതല്ലാത്ത ബോഡി മുഴുവൻ, തൂങ്ങി മരിച്ച ബോഡി കഴുത്ത് ഒഴിവാക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേ മുറിക്കുള്ളൂ. എന്നിട്ടാണ് ഇതൊക്കെ എടുക്കുക. എന്താണ് തൂങ്ങി മരിച്ച? അത് എടുക്കാൻ കാരണം വെച്ചാൽ ഇവിടെയാണല്ലോ അപകടം, തൂങ്ങി കയറുണ്ടാകും. അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്ത്, ഞാനത് ഔദ്യോഗികമായിട്ട് പറയാൻ പാടില്ല വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. അത് തൂങ്ങി മരിച്ചതാണോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഞെക്കിക്കൊന്നിട്ട് തൂക്കിയതാണോ എന്ന് അറിയില്ലല്ലോ. അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിൽ അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ പോലീസ് ഇൻക്വസ്റ്റ് പ്രകാരം അയാൾ തൂങ്ങി വെച്ചതാണ്. അപ്പോൾ പോലീസിൻ്റെ അത് ശരിയാണോ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടല്ല. അതിനെക്കൊണ്ടാണ് ഈ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ശരി കറക്റ്റ് അറിയാം. ഇത് കയറ് കെട്ടിയ ഭാഗവും മറ്റേ കഴുത്ത് ഞെക്കി പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാം. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും അത് ഡോക്ടർമാരാണ് പറയേണ്ടത്. പക്ഷേ എങ്കിലും ഞാനിതിങ്ങനെ എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചത് മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഈ കഴുത്ത് ബ്ലഡൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനമാണ് ഇത് ഭാഗം തിരിച്ചറിയാം. തിരിച്ച് ഇതൊന്നല്ലാത്ത ബോഡി ഇവിടെ നിന്ന് തന്നെ കീറും. ബോഡി കീറി ഇത് മുഴുവൻ ശരീരത്തിനകത്തുള്ള ഭാഗികമായിട്ട് എല്ലാം എടുത്ത് ടേബിളിൽ വെക്കും. അതായത് ആന്തരിക അവയവങ്ങൾ മുഴുവൻ ടേബിളിൽ വെച്ച് അത് ഡോക്ടർമാരെ നോക്കിയിട്ടാണ് അത് കാര്യങ്ങളാക്കുക. പിന്നെ എന്നെ സംബന്ധിച്ച് ശരിക്കും എനിക്ക് ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്യേണ്ട. ഞാൻ തല ഇങ്ങനെ ആദ്യം മുറിക്കുക, എന്നിട്ട് ഇതിങ്ങനെ പൊളിച്ചതിന് ശേഷം തലയോട്ടി
ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുക. ഇതിന് പ്രത്യേക ആയുധങ്ങളുണ്ട്. ആയുധങ്ങൾ ഞാൻ അവിടെ എത്തുന്ന സമയത്ത് നമ്മളെ ഇരുമ്പ് മുറിക്കുന്ന ഉളി വെച്ചിട്ടാണ് തച്ച് പൊട്ടിക്കൽ. ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് വെച്ചാൽ ഒരുപാട് ദൂരെ അതിൻ്റെ ഒച്ച കേൾക്കും. ഒച്ച കേൾക്കുമ്പം അപ്പം ഞാനൊരു ദിവസം ഈ തോമസ് സാറോട് പറഞ്ഞു, സാറേ ഞാൻ നമുക്ക് ഇതൊന്നും പൊട്ടിക്കുന്നതൊന്നും നമുക്ക് എക്സോബിഡ് ഉണ്ട്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഉൾപ്പെടെ ഞങ്ങൾ ഇതൊക്കെ നോക്കി. അപ്പോൾ സാറ് ഞാൻ പറഞ്ഞു, സാറേ ഒരു ചാൻസ് എനിക്ക് തന്നൂടെ? അപ്പോൾ സാറ് എടുത്ത് വയ്ക്കുമ്പോൾ എന്നാൽ വിൽഫർഡിൻ്റെ ഇതല്ലേ, വിൽഫർഡ് അങ്ങ് ചെയ്തു പോകുന്നത്. അങ്ങനെ അത് ചെയ്തു കൊടുത്തപ്പോൾ സാറിനത് സന്തോഷമായി. സാറത് തോമസ് സാറിന് സന്തോഷം. തോമസ് സാറിന് എന്നാൽ വിൽഫർഡിന് അങ്ങനെ എന്നോട് പറഞ്ഞ് ബാക്കിയുള്ളവർക്കൊക്കെ ഇതാക്കി കൊടുക്കും. അങ്ങനെയാണ് അവിടെ എക്സോബിഡിൻ്റെ മുകളിലായത്. ഇപ്പം മിഷനറീസാണ്. അപ്പം ഈ എക്സോബിഡ് കൊണ്ട് ആക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ പണ്ട് ഉള്ളതിനേക്കാളും ലക്ഷം കൂടി ഭംഗിയാക്കി കൊടുക്കാൻ പറ്റി. വെച്ചാൽ തുന്നി വെക്കുമ്പോൾ ഉളി വെച്ച് പൊട്ടിക്കുമ്പോൾ ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒന്നും ആവാതെ ഇപ്പോൾ. അപ്പോൾ ഈ സ്കിന്നൊക്കെ വേർപെടുത്തുന്നത് സ്കിന്ന് ബ്ലേഡ് കൊണ്ട് തന്നെ, നമ്മളെ ഓപ്പറേഷൻ ബ്ലേഡ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുറിക്കുക. സ്കിന്ന് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതാക്കിയാൽ കത്തി ഇടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ ഇങ്ങോട്ട് എടുക്കുക. രണ്ട് ഭാഗത്തേക്ക് ഇങ്ങോട്ട് ആക്കിയിടണം, എന്നാലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. ഇത്രയും ഭാഗം ഇങ്ങോട്ട് ആക്കിയിടണം. ഇവിടുന്ന് മാക്സിമം ഇങ്ങോട്ട് ആക്കണം, അതേപോലെ തന്നെ മാക്സിമം ഇങ്ങോട്ട് ആക്കണം. ഏകദേശം നെറ്റി കിട്ടണം. നെറ്റിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് മുറിച്ച് ഇതാക്കുക. അതിനുശേഷം ഇതെടുത്ത് ഇതുപോലെ തന്നെ തലച്ചോറ് ഡോക്ടർമാർ നോക്കും. അത് ഒരു ഉള്ളിലൊക്കെ നോക്കും, ഡോക്ടർമാരൊക്കെ നോക്കിക്കോളും. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ഥലത്ത് തലച്ചോറിൻ്റെ സ്ഥലത്ത് തുണി നല്ല ഇതിൽ ഉരുട്ടിയിട്ട് അവിടെ വെക്കും. എടുക്കുന്ന തലച്ചോറ് തിരികെ വെക്കില്ല, തിരികെ വെക്കാൻ പറ്റില്ല. ആന്തരികമായിട്ടുള്ള അത് അവിടെ വെക്കാൻ പറ്റില്ല. അതൊരു ഈ നമ്മളെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൈസൂർ പഴം പോലത്തെ ഒരു ഇതാണ്. അത് തിരിച്ച് അതേപോലത്തെ അവിടെ നിൽക്കുന്ന നമ്മളെ ഈ തല കൊടുക്കുമ്പോൾ നമ്മൾ ഇതായിപ്പോയി, മോശമായിപ്പോയി. വെച്ചാൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സാധനം അതിലെ കറക്റ്റ് അവിടെ നിന്നോളന്നില്ല. അതുകൊണ്ടാണ് അതെടുത്ത് വയറ്റിലിടേണ്ടി വരുന്നത്. വയറ്റിലേക്ക് തലച്ചോറ് മാത്രം എല്ലാ ഇതും തിരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തും. പക്ഷേ ഇടാത്ത സാധനങ്ങളിലല്ല വല്ല സംശയങ്ങൾ, കൊലപാതക ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ മാറ്റി വെക്കുള്ളൂ. ബാക്കിയെല്ലാം അതേ ബോഡി ഇട്ടിട്ട് തിരിച്ച് പാക്ക് ചെയ്ത് തുന്നി ഭംഗിയാക്കി ഇത് തുന്നിക്കഴിഞ്ഞാൽ അതൊന്ന് കുളിപ്പിക്കും. കംപ്ലീറ്റ് വെള്ളം ഒഴിച്ച് കംപ്ലീറ്റ് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് പാക്ക് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഈ തലച്ചോറൊക്കെ എടുത്ത് മാറ്റുന്ന സമയത്ത് ഈ തലയ്ക്ക് ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഇല്ല, അതുണ്ടാവില്ല. തലച്ചോറ് അതാ തലയോട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആകൃതിക്ക് ഒരിക്കലും വ്യത്യാസമില്ല. അത് ആകൃതിക്ക് വ്യത്യാസം വരും. അതപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഈ ട്രെയിൻ തട്ടി മരിച്ചത് അത് തലയോട്ടി ചിന്ന ഭിന്നമായി. അതുമാതിരി വല്ല ലോറിയോ ബസ്സോ കയറി മരിച്ചത് അത് ഇതായി. അപ്പം അത് കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഞാൻ പറഞ്ഞ തുണി ചുരുട്ടി അവിടെ വെക്കുന്ന സമയത്ത് അത് വേണമെങ്കിൽ നമുക്ക് വളരെ ഭംഗിയാക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കറക്റ്റ് ആ പൊട്ടിയ കഷ്ണങ്ങൾ ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ചെടുത്താൽ പഴയ പോലെ തന്നെ ആവാം. അങ്ങനെ ആക്കലുണ്ട്, കറക്റ്റ് ആക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് വികൃതമാവുന്ന ഒരു ഇതില്ല. പിന്നെ വികൃതമാവുന്ന ഞാൻ പറഞ്ഞ മുഖത്ത് ഇപ്പം ഇത് അമർന്നു കഴിഞ്ഞാൽ എവിടെയാണ് പൊട്ടിപ്പോണെന്ന് വെച്ചാൽ അങ്ങനെ ആവുന്നതും ഈ തുന്നുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഭംഗിയാക്കി എടുക്കുക, വേണമെന്ന് വിചാരിച്ചാൽ ഭംഗിയാക്കി എടുക്കുക. എടുത്ത അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് വളരെ ഭംഗിയാക്കി തന്നെ ചെയ്യുക.